ഉമ്മ വീട്ടിൽ ഒറ്റക്കാണ്. ഉമ്മയുടെ കൂടെ ഒരാളെ കണ്ട് ഇഷാൻ അഹമ്മദ് ഞെട്ടി ചോദിച്ചു, ആരാണ് ഉമ്മ? ഉമ്മ ഇഷാൻ അഹമ്മദിനോട് ആളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇഷാൻ അഹമ്മദ് വല്ലാണ്ട് ഞെട്ടിപ്പോയി എന്ന് മാത്രമല്ല കരഞ്ഞുപോയി. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവം ഞാൻ കേട്ട് വല്ലാണ്ട് കരഞ്ഞുപോയി. ഇതെല്ലാവരും കേൾക്കേണ്ട ഒരു വിഷയമാണ്. ഈ സംഭവം വല്ലാത്ത ഒരു പാഠമാണ് നമുക്ക് നൽകുന്നത്. ഞാൻ പലതവണ ഇത് കേട്ടുപോയി, കാരണം എന്നെ വല്ലാണ്ട് കരയിപ്പിച്ചു പോയി. നാം ആദ്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് വിശാലമാണെങ്കിൽ ഇത് മറ്റുള്ളവരും കേൾക്കട്ടെ, അവർക്കും ഒരു പാഠം ഉണ്ടാവട്ടെ ഇതുകൊണ്ട് എന്നുള്ള വിശാലത മനസ്സ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്കടിച്ച് കാണുക. ലൈക്കടിച്ച് കാണൽ കൊണ്ടുള്ള ഏറ്റവും പ്രയോജനമെന്ന് പറയുന്നത് അത് 10 ആളുകളിലേക്ക് അതെത്തും. എത്തിയാൽ അവർക്കും ഈ ഒരു വീഡിയോ കണ്ട് അവരും അത്ഭുതപ്പെട്ടു പോകും, അവരും കരഞ്ഞു പോകും. വല്ലാത്ത കേൾക്കേണ്ട ഒരു വീഡിയോ ആണ്. നാം ആദ്യം ഇഷാൻ അഹമ്മദ് ആരെന്നറിയണം. ഇഷാൻ അഹമ്മദ് പഠിച്ച് വലിയ ഒരു പ്രഗത്ഭരായ ഒരു ഡോക്ടറാണ്. ഇഷാൻ അഹമ്മദ് പ്രഗത്ഭരായ ഡോക്ടർ എന്ന് മാത്രമല്ല, ഇഷാൻ അഹമ്മദ് ഒരു ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ വലിയ ഒരു സമ്മേളനം നടക്കാൻ പോകുന്നുണ്ട്. ആ പരിപാടിക്ക് വേണ്ടി ഇഷാൻ അഹമ്മദ് ഒരുങ്ങിയിരിക്കുകയാണ്. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ യാത്ര പുറപ്പെടാൻ വേണ്ടി ഫ്ലൈറ്റിൽ ഇഷാൻ അഹമ്മദ് കയറി. ഈ പ്രഗത്ഭനായ ഡോക്ടർ ഇദ്ദേഹം കയറി അങ്ങനെ യാത്ര മുന്നോട്ട് ഗമിക്കുകയാണ്. കാലഘട്ടം പ്രതികൂലമായതുകൊണ്ട് യാത്ര മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. യാതൊരു പരിചയവുമില്ലാത്ത സ്ഥലത്താണ് ഇത് ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇഷാൻ അഹമ്മദ് ഒരു പരിചയവുമില്ലാത്തൊരു സ്ഥലമല്ലേ, അവിടെയുള്ള വിമാന അധികൃതരോട് ചോദിച്ചു, എനിക്കിന്നാലെന്നൊരു സമ്മേളനത്തിൽ എത്തേണ്ടതുണ്ട്, എവിടെയാണത് സ്ഥലം? അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ഏർപ്പാട് ചെയ്തു തരണം, കാരണം പരിപാടിക്ക് കൃത്യമായി എനിക്ക് എത്തിയിരിക്കണം. ലോകത്തിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ പങ്കെടുക്കുന്ന, ചേരുന്ന, ഒരുമിച്ച് കൂടുന്ന ഒരു പ്രഗത്ഭമായൊരു പരിപാടിയാണ്, എനിക്ക് എത്തിച്ചേരേണ്ടതുണ്ട്, അതിലേക്കൊരു പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചു. അവിടുത്തെ വിദഗ്ധർ പറഞ്ഞു, അവർ അദ്ദേഹത്തിന് വേണ്ടി ഒരു ടാക്സി ഏർപ്പാട് ചെയ്തു, അതിൽ പോകാൻ പറഞ്ഞു യാത്ര. അങ്ങനെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ മഴയും കാറ്റും, ടാക്സിയിലും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അതും ആ യാത്രയും ഒരു വഴിയിൽ വെച്ച് അവസാനിക്കുകയാണ്. ഈ വിവരം ആരെങ്കിലും ഫോൺ വിളിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞാൽ മൊബൈലിലാണെങ്കിലോ കൃത്യമായ റേഞ്ചുമില്ല. ഒരു വഴിയുമില്ലാതെ ഡോക്ടർ ചിന്തിക്കാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോഴാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇഷാൻ അഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടറുണ്ടല്ലോ, പാകിസ്ഥാനിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു ഡോക്ടറാണ്. അദ്ദേഹം യാത്ര മുടങ്ങി ആ സ്ഥലത്ത് തൊട്ടടുത്ത് ഒരു ചെറിയ ഒരു വീട് കാണുന്നു. മറ്റൊരു പരിഹാരവുമില്ല അവിടെ. മഴ ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ട്, അങ്ങനെ കാറ്റടിച്ചു വീശുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ പതച്ചു നിൽക്കുന്ന ഇഷാൻ അഹമ്മദ് ആ ചെറിയ ഒരു വീടിൻ്റെ അരികിലേക്ക് പോയി. കാരണം കുറച്ച് നേരങ്ങളിൽ അവിടെ നിൽക്കാനുള്ള താമസം അവർ തരുമോ എന്ന് ചോദിച്ചു നോക്കാമെന്ന് ആ വീട്ടിൻ്റെ അരികിൽ മെല്ലെ നടന്നുപോയി. നോക്കുമ്പോൾ ചെറിയ ഒരു വീടാണ്. അതിലൊരു ഉമ്മ നമസ്കരിക്കുന്ന കാഴ്ചയാണ് ഈ ഡോക്ടറിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സ്കാരം കഴിഞ്ഞ് ആ ഉമ്മയോട് പറഞ്ഞു, ഞാൻ ഇത്ര പരിപാടിക്ക് വരുമ്പോൾ എനിക്ക് യാത്ര മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഇവിടെ കുറച്ച് താമസിക്കട്ടെ. ആ ഉമ്മ വിളിച്ചു, വാ മോനെ വിളിച്ചു, വീട്ടിലേക്ക് ക്ഷണിച്ച് ഡോക്ടറിന് പാനീയങ്ങളും കൊടുത്ത്. അങ്ങനെ ആ ഉമ്മയുടെ ആ വീട്ടിൽ ആരുമില്ല, ഒറ്റയ്ക്കൊരു ഉമ്മ മാത്രമേ ഉള്ളൂ. ആ ഉമ്മയുടെ അരികിൽ ഒരാൾ, ഒരു ചെറിയ ഒരു പ്രായമുള്ള ഒരു ചെറിയ ഒരു ആൺകുട്ടിയെ കാണുന്നുണ്ട്, കിടക്കുന്നതായി ഇങ്ങനെ കാണുന്നുണ്ട്. ചോദിച്ചു, ഇതാരാണ് ഉമ്മ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഉമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട്. ശരിക്കും ഇഷാൻ അഹമ്മദ് എന്ന് പറയുന്ന ഈ പ്രഗത്ഭനായ ഡോക്ടർ വല്ലാണ്ടങ്ങ് ഞെട്ടിപ്പോയി. ഉമ്മ പറഞ്ഞ മറുപടി, ഇത് എൻ്റെ പേരക്കുട്ടിയാണ്, എൻ്റെ മകളുടെ മകനാണ്. ചെറുപ്രായത്തിൽ തന്നെ ഇവൻ്റെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയി. ഇവൻ്റെ ഉത്തരവാദിത്വം മൊത്തം എന്നിലാണിപ്പോൾ. എന്തിനാണ് ഇവൻ കിടക്കുന്നത് എന്ന് ചോദിച്ചു.
അപ്പോൾ പറഞ്ഞു, മോനെ, എൻ്റെ മകൻ മാരാ രോഗത്തിൻ്റെ അടിമയാണ്. അങ്ങനെ എൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തുകളും ഞാൻ എൻ്റെ മകൻ്റെ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. രോഗം മാറുന്നില്ല. അവസാനം ഞാൻ ഡോക്ടർമാർക്ക് പറയുന്നത് വലിയ ഒരു ഡോക്ടറിനെ കാണണമെന്നാണ്. ആ ഡോക്ടർ ഉള്ളത് പാകിസ്ഥാനിലാണ്. ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറാണ്. അദ്ദേഹത്തെ കാണിച്ചാൽ ഇതിനൊരു പരിഹാരമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു സമ്പത്തുമില്ല. എന്നാലും അള്ളാഹുവിൻ്റെ റഹ്മത്തിന് തൊട്ട് ഞാൻ ആശ മുറിഞ്ഞിട്ടില്ല. ഞാൻ എന്നും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ആ ഡോക്ടറിനെ കാണണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും, ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ ഓർത്തിങ്ങനെ ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മോൻ എൻ്റെ മകൻ്റെ രോഗത്തിന് ഷിഫാക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആ ഡോക്ടറിനോട് പറയുന്നു. ആ ഡോക്ടർ ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങൾ പാകിസ്ഥാനിൽ ഏറ്റവും അറിയപ്പെട്ട പ്രഗത്ഭനായ ഒരു ഡോക്ടറിനെ കാണിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ, ആ ഡോക്ടറിൻ്റെ പേര് നിങ്ങൾക്കറിയുമെന്ന് ചോദിച്ചു. അറിയാം മോനെ. എന്താ? ഇഷാൻ അഹമ്മദി എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ പറയുന്ന ഇഷാൻ അഹമ്മദ് ഉണ്ടല്ലോ, ആ ഡോക്ടർ ഞാനാണ് ഉമ്മ. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ അത്ഭുതം. പ്രാർത്ഥന ചെറുതല്ല. മുഅ്മിനിൻ്റെ ആയുധമാണ്. മുഗല്ലിബാദ, ഇബാദത്തിൻ്റെ തിരുളാണ്. അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്ന ഏത് കാര്യം അത് അള്ളാഹു സ്വീകരിക്കും. അത്ഭുതകരമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഒരു സംഭവമല്ല, ഇത് നേരിട്ട് കണ്ട ഇക്കാലഘട്ടത്തിൻ്റെ ഒരു സംഭവമാണെങ്കിൽ ഇതല്ലാത്ത എത്രയോ സംഭവങ്ങൾ, ചരിത്രങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ദുആ കൊണ്ട് നേടിയവർ, നിങ്ങളെ കൂട്ടത്തിൽ അത്ഭുതകരമായ നേട്ടം നേടിയവരുണ്ടായിരിക്കാം. അവരവർക്കുള്ള അനുഭവങ്ങൾ പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രിയപ്പെട്ട ഇഷാൻ അഹമ്മദി എന്ന് പറയുന്ന ഡോക്ടർ വല്ലാണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ഞാനിവിടെ എത്തിയത് നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും ഉമ്മ. കാരണം എൻ്റെ ഈ ഇവിടേക്ക് എത്താനുണ്ടായ കാരണമുണ്ടല്ലോ, ഒരുപാട് കാരണങ്ങളെ ബന്ധം കൊണ്ടാണ് ഇവിടെ എത്തിയത്. കാരണം യാത്ര വലിയ പ്രതികൂലമായി ബാധിച്ചതുകൊണ്ടാണ്. ഇങ്ങനൊരു പ്രതികൂലമുണ്ടാകാനും ഇങ്ങനെ ഞാൻ ഇതേ സ്ഥലത്ത് നിങ്ങളെ എത്താനും ഇതാ നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും കാരണമെന്ന് ഡോക്ടർ ആ ഉമ്മയോട് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം എന്നും ഈ ഒരു കരങ്ങളുണ്ടല്ലോ, രാജാതിരാജനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉയർത്തി ചോദിക്കുന്നത് ഒരിക്കലും ആശ മുറിയാൻ പാടില്ല. ആ ഉമ്മ ആശ മുറിഞ്ഞില്ലല്ലോ. ഉമ്മക്കറിയാം, എനിക്ക് സമ്പത്ത് കൊണ്ട് സാമ്പത്തികമായി നേടി പാകിസ്ഥാനിൽ പോയി ആ പ്രഗത്ഭനായ ഡോക്ടറിനെ കാണുക എന്നുള്ളത് അത് നടക്കുന്ന കാര്യമല്ല. കാരണം ആർക്കും അറിയാം, ആ പാവപ്പെട്ട സ്ത്രീക്ക് അതെങ്ങനെ സാധിക്കും അത്രയും പ്രഗത്ഭനായ ഡോക്ടറിനെ കാണാൻ. എന്നാലും ഉമ്മ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്നും അള്ളാഹു അതിനുള്ളൊരു വഴി ഒരുക്കി തരുമെന്നുള്ള ഒരു വിശ്വാസം, അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു. അള്ളാഹു അത് ആ ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിച്ചു, ആ ഡോക്ടറിനെ എത്തിപ്പിച്ചു കൊടുത്തു. അത്ഭുതപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നും എപ്പോഴും ഈ ഇരു കരങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പണയം വെക്കുക. ഒരാളെ മുമ്പിലും യാചിക്കാതെ. അള്ളാഹുവെ, ഒരുപാട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരിമാരൊക്കെ ഉണ്ട് റഹ്മാനെ. വലിയ പ്രയാസങ്ങളെ കൊണ്ട് കഴിയുന്നവരൊക്കെ ഉണ്ട് റഹ്മാനെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട് റഹ്മാനെ. എല്ലാവർക്കും അല്ലാഹ് നിൻ്റെ വലിയ രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.